പോസ്റ്റർ ഡിസൈനിങ്ങിൽ ഇന്ന് മലയാള സിനിമയിലെ അവസാന വാക്കാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ. ഭൂതകാലം, ഭ്രമയുഗം, 2018, ബസൂക്ക തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഡിസൈൻ ചെയ്തത് എസ്തെറ്റിക് കുഞ്ഞമ്മയാണ്. അരുൺ അജയ് കുമാറാണ് എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ സ്ഥാപകൻ. പോസ്റ്റർ ഡിസൈനിങ്ങിന് പുറമെ അഭിനയത്തിലും അരുൺ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം അരുൺ ഭാഗമായ സിനിമകളെല്ലാം ശ്രദ്ധേയമായിരുന്നു. പടക്കളത്തിലെ നകുൽ, DSEറയിലെ കിരൺ എന്നീ വേഷങ്ങൾക്ക് ശേഷം സർവ്വമായിലെ ശ്രീരാഗും ശ്രദ്ധിക്കപ്പെട്ടു. അരുണിന്റെ അവസാനത്തെ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സാമ്യതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. DSEറയിലെ കിരൺ എന്ന കഥാപാത്രവും സർവ്വമായിലെ ശ്രീരാഗ് എന്ന കഥാപാത്രവും പ്രേതത്തിന്റെ അടുത്തുനിന്ന് തല്ലുവാങ്ങുന്നുണ്ട്. DSEറയിൽ പ്രേതം ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുകയാണെങ്കിൽ സർവ്വമായിലെ പ്രേതം അരുണിന്റെ കഥാപാത്രത്തെ സ്റ്റാച്യു ആക്കുകയാണ്. അടുപ്പിച്ച് 2 സിനിമകളിൽ പ്രേതത്തിന്റെ അടുത്ത് നിന്ന് പണി വാങ്ങുന്ന കഥാപാത്രമാണ് അരുണിന്റേതെന്നാണ് ട്രോളുകൾ. പ്രേതങ്ങളുടെ സ്ഥിരം ചെണ്ട, എവിടെ പോയാലും സ്വസ്ഥത തരാത്ത പ്രേതങ്ങൾ, ഏത് യൂണിവേഴ്സിൽ പോയാലും അവിടുത്തെ പ്രേതങ്ങൾക്ക് പുള്ളിയെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ വൈറലായിരിക്കുകയാണ്. ഈ ട്രോളുകൾക്ക് ലഭിച്ചിരിക്കുന്ന കമന്റുകളും രസകരമാണ്. ഞാനേ ഭയങ്കര ഹൈ ആയിപ്പോയി, എന്നെ സർവ്വമായിലെ ഡയലോഗ് എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട്. കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാവാം പ്രേതങ്ങൾ വെറുതെ വിടാത്തത്. പ്രേതം സ്റ്റാർ, പുള്ളിക്കാരനെ എന്തോ പ്രേതങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ രസകരമായ കമന്റുകൾക്ക് നിരവധി ലൈക്കുകളാണ് ലഭിക്കുന്നത്. സിനിമ ഹിറ്റായതിനോടൊപ്പം അതിലെ ഇത്തരം വ്യത്യസ്തമായ കാര്യങ്ങളും പലരും ചൂണ്ടിക്കാണിക്കുകയാണ്. DSEറയിലെ അരുണിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാനാകും. ഒന്ന് പാളിയാൽ ട്രോൾ മെറ്റീരിയൽ ആകുന്ന കഥാപാത്രമായിരുന്നു കിരണെന്നും അത് ഭംഗിയായി അരുൺ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി എത്തിയ ചിത്രമാണ് സർവ്വമായ. ഹൊറർ കോമഡി റോണറിലെത്തിയ ചിത്രം ക്രിസ്മസ് വിന്നറായി മാറിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ 50 കോടി എന്ന അപൂർവ നേട്ടം സർവ്വമായ സ്വന്തമാക്കി.